ഹലോ എവരി വൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിയലൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ കണക്ക് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണക്കാണ്. പാർട്ട്ണർഷിപ്പ് റിയലൈസ് ആവുക എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കോൺസെപ്റ്റ് വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഡിസ്സൊല്യൂഷൻ്റെ സമയത്താണ്. ഡിസ്സൊല്യൂഷനെ കുറിച്ച് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഡിസ്സൊല്യൂഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് നിർത്താൻ പോവാണ്, അടച്ചു പൂട്ടാൻ പോവാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ഇനി എന്തായിരിക്കും, ഒരുപാട് നിയമ നടപടികളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അതൊന്നും നമ്മുടെ വിഷയമല്ല. അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടേ, ആ ഒരു കാര്യം, അതിലൊരു 3 മേജർ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വെർഷൻ നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് എന്താണ് കഥയെന്ന് വായിച്ചു നോക്കാം. രവി, ലാൽ ആൻഡ് രാജു സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഇൻ 2015. ഓക്കെ, ഷെയറിങ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ 3:2:1. അപ്പോൾ രവിയും ലാലും രാജും കൂടെ എന്ത് ചെയ്തു, ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങി. അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് 3:2:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരുന്നു. അവരുടെ പ്രോഫിറ്റ് ആയിരുന്നാലും ശരി, ലോസ് ആയിരുന്നാലും ശരി. എന്തോ കാരണങ്ങൾ കൊണ്ട്, ഡ്യൂ ടു സം അൺനോൺ റീസൺസ്, ദേ ഡിസൈഡഡ് ടു ഡിസോൾവ് ദ പാർട്ണർഷിപ്പ് ഇൻ 2025. ഈ അൺനോൺ ആയെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് എന്തോ ഒരു കാരണം കൊണ്ട് നമുക്ക് അറിയത്തില്ല, നമുക്കത് നമ്മുടെ വിഷയമല്ല. ഓക്കെ, എന്തോ കാരണം കൊണ്ട് അവർ എന്ത് ചെയ്തു, 2025 ഈ പാർട്ണർഷിപ്പ് ഫേം നിർത്താം, ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ആസ് ഓൺ 31/3/2025 ഈസ് ആസ് ഫോളോ. അപ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റാണ് ഈ താഴെ തന്നിരിക്കുന്നത്. അവർക്ക് ലൈബിലിറ്റീസ് എന്തൊക്കെയുണ്ട്? ക്രെഡിറ്റർ 12,500 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് 24,000 രൂപയുണ്ട്. ക്യാപിറ്റൽ 3 പേരുടെയും ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്. രവിയുടെ ക്യാപിറ്റൽ 12,500, ലാലിന് 20,000, രാജുവിന് 25,000. ക്യാഷ് ആയിട്ട് ഒരു 20,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കായിട്ടൊരു 12,000 ഉണ്ട്. ഡെപ്റ്റേഴ്സ് 3,600, മിഷനറി 10,400, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000, പ്ലാന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അടച്ചു പൂട്ടുന്നു. അടച്ചു പൂട്ടുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു മേജർ എക്സ്പെൻസാണ് റിയലൈസേഷൻ. എന്താണെന്ന് പറയും, ഇതൊന്ന് വായിച്ചോട്ടെ. ദ റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ടഡ് ടു ₹2,500. ക്ലോസിംഗ് ബാലൻസ് ആൻഡ് ഡെപ്റ്റേഴ്സ് വെയർ റിയലൈസ്ഡ് ഫോർ ₹10,500 ആൻഡ് ₹2,400 റെസ്പെക്റ്റീവ്ലി. അതർ അസറ്റ്സ് വെയർ റിയലൈസ് ഫോർ ആൻ എമൗണ്ട് ഓഫ് ₹50,000. രാജു അഗ്രി ടു സെറ്റിൽ അത് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഈ റിയലൈസേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുമ്പോൾ പാർട്ട്ണർഷിപ്പിനുണ്ടായിരുന്ന അസറ്റുകളെല്ലാം വിറ്റ്, ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറാണ്. പാർട്ട്ണർഷിപ്പിനുണ്ടായിരുന്ന അസറ്റുകളെല്ലാം നമ്മൾ വിൽക്കുന്നു. വിറ്റിട്ട് രണ്ടാമത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലയബിലിറ്റീസ് എല്ലാം മീറ്റ് ചെയ്യുന്നു. മൂന്നാമത് എന്തെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം, ആര് ഷെയർ ചെയ്തെടുക്കും? നമ്മുടെ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. ഈ പറഞ്ഞ 3 പ്രൊസീജിയർ നടക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേം, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആകുമ്പോൾ, ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അടച്ചു പൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ അസറ്റുകളെല്ലാം വിറ്റ്, അവരുടെ ലയബിലിറ്റികളെല്ലാം വീട്ടി, ബാക്കി ഒരു പക്ഷേ അധികം തുക വരാം, ചിലപ്പോൾ കുറവായിരിക്കാം. അതായത് ഇപ്പം 1,00,000 രൂപയുടെ അസറ്റും 50,000 രൂപയുടെ കടമേ ഉള്ളുവെങ്കിൽ എന്ത് ചെയ്യണം, 1,00,000 രൂപയുടെ അസറ്റ് വിറ്റെടുത്തു, 50,000 കടം വീട്ടി, ബാക്കി 50,000 എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ വീതിച്ചെടുക്കും. ഇല്ല, നേരെ തിരിച്ചാണെങ്കിലോ, 50,000 അസറ്റേ ഉള്ളൂ, 1,00,000 രൂപയുടെ ലയബിലിറ്റി ഉണ്ടെങ്കിലോ ബാക്കി 50,000 ഇവർ 3 പേരും കൂടെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അതാണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു പ്രത്യേകത, അല്ലേ? നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നടക്കുന്നത്, ഡിസ്സൊല്യൂഷൻ്റെ സമയത്ത് നടക്കുന്നത്. അത് നടക്കുന്ന അക്കൗണ്ടാണ്, അത് നടത്തുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വീണ്ടും തെറ്റിപ്പോയി, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, റിയലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡിസ്സൊല്യൂഷൻ്റെ സമയത്ത് നമുക്ക് വേണ്ട 3 സാധനങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു. എന്തിനാണ് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്? നമ്മൾ ബിസിനസ് അടച്ച് പൂട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വെളിയിൽ ഫണ്ട് കണ്ടെത്തണ്ട, നമ്മുടെ ഒരുപാട് അസറ്റുകളുണ്ട്. നമ്മൾ അസറ്റുകൾ വിറ്റ് കടങ്ങൾ വീട്ടി ബാക്കിയുള്ളതിനെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുക. ഇനി എന്തായാലും കച്ചവടം നിർത്തി പോകുമല്ലേ, ഇപ്പോൾ പാർട്ട്നേഴ്സിന് എന്തൊക്കെ കിട്ടുന്നു, ആർക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് എന്നേക്കുമായി ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു, പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് എന്നേക്കുമായി ക്ലോസ് ചെയ്യുന്നു. അടച്ചു പൂട്ടുമ്പോൾ നമ്മളെല്ലാ സെറ്റിൽമെൻറ്റും നടക്കാൻ പോകുന്ന ക്യാഷിൽ, ഇനി ക്യാഷ് കൈവച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു.
ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിസൊല്യൂഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണക്കിൽ ഉറപ്പായിട്ടും വരുന്നത്. അപ്പം ഒരു പാർട്ണർഷിപ്പ് ഫേം അടച്ച് പൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും കാണിക്കണം. റിയലൈസേഷൻ അക്കൗണ്ട് കാണിക്കണം, പാർട്ട്നേഴ്സിൻ്റെ പിന്നെ അക്കൗണ്ടുകൾ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്ന് കാണിക്കണം, പിന്നെ ക്യാഷിനെ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു എന്ന് കാണിക്കണം. നമുക്ക് ഈ പറഞ്ഞ 3 അക്കൗണ്ടും ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ ഏറ്റവും ആദ്യം ഞാൻ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ല, സാധാരണ ഒരു നോമിനൽ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്, ഇവിടെ ക്രെഡിറ്റ് സൈഡ് വരേണ്ടേ. ഓക്കെ, ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താ, ഇതെല്ലാം വിറ്റ് തുലയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, വിറ്റ് തുലയ്ക്കാൻ പോകുന്നല്ല, വിൽക്കാൻ പോവുകയാണ്. അസറ്റുകളെല്ലാം വിറ്റ് ലൈബിലിറ്റികളെല്ലാം വീട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ബിസിനസ്സിൽ എന്തില്ല, അസറ്റുകൾ എന്ന് പറയാൻ അസറ്റുകളുമില്ല, ലൈബിലിറ്റികൾ എന്ന് പറയാൻ ലൈബിലിറ്റികളും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവരങ്ങ് എഴുതി തള്ളാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ അസറ്റിൻ്റെ അക്കൗണ്ടുകളിൽ ഈ അസറ്റുകളെ ക്രെഡിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ എത്രയാണ് അവരുടെ ഫൈനൽ ബാലൻസ്, ആ ബാലൻസിനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ജേണൽ എൻട്രി എന്ത് വരും, ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്ലോസിംഗ് സ്റ്റോക്ക്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെപ്റ്റേഴ്സ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു മെഷീനറി. ഞാൻ പ്രോപ്പർ ചാനൽ പറഞ്ഞാണ്, ഇതൊന്നും അറിയണമെന്ന് അത്യാവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റെ അസറ്റുകളെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണോ ഇവിടെ അസറ്റുകളുള്ളത് അത് എല്ലാം എടുക്കും, എക്സെപ്റ്റ് ഏതാണ്, ക്യാഷ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ പെട്ടെന്ന് നമ്മൾ എഴുതുമ്പോൾ ക്യാഷ് എടുത്ത് എഴുതി പോയേക്കാം. ഇത് കോമൺ പ്രശ്നമാണ്, എല്ലാവരും ചെയ്യുന്നൊരു വലിയൊരു തെറ്റാണ്. ക്യാഷ് എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയടാ. നമ്മൾ എന്താ ഇവിടെ പ്രൊസീജിയർ റിയലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ അസറ്റുകളെല്ലാം വിൽക്കുന്നു, വിറ്റിട്ട് കിട്ടുന്ന കാശിനെ നമ്മൾ ലൈബിലിറ്റികൾ വീട്ടാൻ ഉപയോഗിക്കുന്നു. ഇന്ന് നോക്കിയടാ, ക്യാഷ് എന്ന് പറഞ്ഞ സാധനം വിൽക്കാൻ പറ്റുമോ, വിൽക്കേണ്ട ആവശ്യമുള്ള സാധനമാണ്, ഓൾറെഡി ക്യാഷ് അല്ലേ. അതുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എന്ത് എടുക്കണ്ട, ക്യാഷ് എടുക്കണ്ട. ഒരല്പം ലോജിക്ക് വേണം. ഇതാണ് വെറുതെ കാണാതെ പഠിച്ചൊരിക്കലും അക്കൗണ്ടിങ്ങിലേക്ക് മുന്നേറാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ ലോജിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. പയ്യെ ഓരോന്നും കണ്ട് ഡെവലപ്പായി വരും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ പറഞ്ഞ ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, മിഷനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ്, ഇതിനെല്ലാത്തിനും നമ്മൾ എങ്ങോട്ട് എഴുതും, ഡെബിറ്റ് സൈഡിലേക്ക് എഴുതും. ഏതിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക്, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലയബിലിറ്റികളെയും എങ്ങോട്ട് എടുത്ത് എഴുതണം, നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. വീണ്ടും ആലോചിക്കുക, അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതേ സമയം നമുക്കിവിടെ വേണ്ടത് എന്താ, ലയബിലിറ്റിയെ മൊത്തത്തിൽ എഴുതി തള്ളണം. അപ്പോൾ ഡിക്രീസ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എങ്ങോട്ട് ചെയ്യും, നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട് വരും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തെന്ന് എഴുതണം, നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതണം. അതേപോലെ നോക്കിയടാ, പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഒന്നും ആലോചിക്കാതെ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവും കൂടെ എടുത്ത് നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് എഴുതും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ലൈബിലിറ്റി ആണ്, യഥാർത്ഥത്തിൽ വലിയ കൊടുക്കേണ്ട ഒരു ബാധ്യതയാണോ? ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഫണ്ടാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ലൈബിലിറ്റി സൈഡിൽ എഴുതി? ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ്. എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്ന് ഇപ്പോഴും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ പല വർഷങ്ങളായിട്ടുണ്ടാകുന്ന പ്രോഫിറ്റ് എല്ലാം വീതിച്ചെടുക്കത്തില്ല, എല്ലാം നമ്മുടെ ഓണേഴ്സ് വീതിച്ച് വീട്ടിൽ കൊണ്ടുപോകത്തില്ല. അവരെന്ത് ചെയ്യും, ചിലപ്പോൾ തീരുമാനിക്കും പ്രോഫിറ്റ് ഇപ്പം അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരും, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ പാർട്ട് ഭാവിയിലത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം, റിസർവായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ പല വർഷങ്ങളായിട്ട് ഇവർ മാറ്റി വെച്ചതാണ് ഈ 24,000 എന്ന് പറയുന്നത്. ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ്. ക്യാഷായിട്ട് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം. ഒരു പക്ഷേ നമ്മളൊരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻസിലൂടെ നമ്മളിതിനെ മാറ്റി ഇട്ടിട്ടുണ്ടാവും ഈ 24,000 രൂപേനെ. ഇത് ക്യാഷായിട്ട് തന്നെ കയ്യിരിക്കുകയാണ്. ഇത് ആർക്കും കൊടുത്തു തീർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരൊറ്റ ലൈബിലിറ്റി നമുക്ക് ഇവിടെ ഉള്ളൂ, എന്താണ്, ക്രെഡിറ്റേഴ്സ്. അതിനെ ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്, നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അതിനർത്ഥം എന്താ, ഇവിടെ നിന്ന് സാധനം പോവുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മുടെ അസറ്റുകളെല്ലാം എടുത്ത് എഴുതി, ലൈബിലിറ്റി എടുത്ത് എഴുതി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടിനെ എഴുതി തള്ളിയതിന് തുല്യമാണ്. മനസ്സിലായില്ലേ? അസറ്റുകളെല്ലാം നമ്മൾ എഴുതി തള്ളി, ലൈബിലിറ്റികളെല്ലാം എഴുതി തള്ളി. എന്ത് അടിസ്ഥാനത്തിലാണെന്നും കൂടെ ഒന്ന് നോക്കാം. നോക്കിയടാ,
ഇനി ഞാൻ പറയുന്നുണ്ട് ഈ റിയലൈസേഷൻ പ്രോസസ്സ് എങ്ങനെ നടന്നു എന്നുള്ളൊരു കഥ പറയുന്നുണ്ട്. റിയലൈസേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2500 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി? ഓർക്കുക, ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്നാണ് ക്യാഷ് പോയത്, അപ്പോൾ അസറ്റ് കുറയുകയാണ് ചെയ്തത്, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. ഇവിടെ എന്ത് വരും? ക്യാഷ് 2500 രൂപ റിയലൈസേഷൻ എക്സ്പെൻസിന് ചിലവായി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറഞ്ഞ അസറ്റ് വിറ്റ് ലൈബിലിറ്റി വീട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് ഉണ്ടായ ചിലവാണ്. ഇപ്പം അതെന്തും ആവാം. ചില വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ നമ്മൾ ഇടനിലക്കാരനായിട്ട് നിർത്തും. പുള്ളിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി നമ്മൾ അസറ്റുകളെല്ലാം വിറ്റ് കടങ്ങളെല്ലാം വീട്ടി ബാക്കിയെല്ലാം വിധിച്ച് തരും. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രത്യേക ഒരാൾ, ഒരു CA കാരനോ ഒരു അഡ്വക്കേറ്റ് പോലെ നമ്മൾ ഇടനിലക്കാരനായിട്ട് നിർത്തും. അയാൾക്ക് കൊടുക്കുന്ന ഫീസാണ് വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് അത് തന്നെ ആവണമെന്നൊന്നുമില്ല. ഇവർ തന്നെ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടി ഉണ്ടായി കമ്മീഷൻ കൊടുത്തതോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ പരിപാടി നമ്മൾ അസറ്റുകളെല്ലാം വിറ്റ് നമ്മുടെ ലൈബിലിറ്റികളെല്ലാം വീട്ടുക എന്നുള്ള പരിപാടിക്ക് ഉണ്ടായ എന്തോ ഒരു ചിലവാണ് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്കിയടാ. ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് റിയലൈസ് ഫോർ ₹15,500 and 2,400 റെസ്പെക്റ്റീവ്ലി. ഒന്ന് നോക്കിയേ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 12,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്തത് എത്ര രൂപയ്ക്കാന്ന് നോക്കിയടാ? വെറും 10,500-ന്. ഡെപ്റ്റേഴ്സ് 3,600 രൂപ. അതായത് നമുക്ക് 3,600 രൂപ നമ്മളെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി പലതായിട്ട് തരാനുണ്ട്. തിരിച്ച് കിട്ടിയത് എത്രയേ ഉള്ളൂ? 2,400 ഉള്ളൂ. അതായത് 4 ഇതൊരു പൊതുവെ നാട്ടിൽ നടക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ ബിസിനസ് അടച്ചു പൂട്ടാറായി നമുക്ക് ഈ റിയലൈസേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? നല്ല വില കിട്ടുമ്പോൾ കാത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് സാധനമെന്ന് നമുക്കറിയത്തില്ല. എന്ത് സാധനം ആയിക്കോട്ടെ, നല്ല വില കിട്ടുമ്പോൾ നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വില അപ്പോൾ കിട്ടുന്നോ ആ വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഡെപ്റ്റേഴ്സ് എല്ലാവരും തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടുന്നോ അത് വാങ്ങിച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്ക് റിയലൈസേഷനിലൂടെ കിട്ടിയ കാശിനെ കാണിക്കാൻ പോവാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, അതർ അസറ്റ്സ് വേ റിയലൈസ് ഫോർ എമൗണ്ട് ഓഫ് 55,000. അപ്പോൾ നോക്കിയടാ, നമുക്ക് റിയലൈസേഷൻ പ്രോസസ്സിലൂടെ അസറ്റ് വിറ്റ് എത്ര കാശ് കിട്ടിയെന്ന് നോക്കിയേ. നമുക്ക് നമ്മുടെ എന്തായിരുന്നു ക്ലോസിംഗ് സ്റ്റോക്ക് വിറ്റ് 10,500 രൂപ കിട്ടി. നമ്മുടെ ഡെപ്റ്റേഴ്സ് തരാനുള്ളത് 3,600 നിന്ന് 2,400 തന്നു. പിന്നെ ഒരു 55,000 മറ്റ് അസറ്റുകൾ വിറ്റ്, അതായത് പ്ലാന്റ് 23,000-ൻ്റെ ലാൻഡും മിഷനറി എല്ലാം കൂടെ വിറ്റിട്ട് നമുക്ക് എത്ര കിട്ടി? 55,000 കിട്ടി. 55,000-ന് കൂടുതൽ വിലയുണ്ട്, പക്ഷെ നമുക്ക് അത്രേ കിട്ടിയുള്ളൂ. അത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ബുക്കിൽ എങ്ങനെയാണ് വാല്യൂ വരുന്നത്? നമ്മൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു വില എഴുതുന്നു, ഡിപ്രിസിയേഷൻ കുറച്ച് നമ്മുടേതായ ഒരു കണക്കിൽ പോകുന്നു. മാർക്കറ്റിൽ അതേ റേറ്റ് തന്നെ ആവണമെന്നൊന്നും ഇല്ലല്ലോ. മാത്രമല്ല നമ്മൾ അത്യാവശ്യത്തിന് നിൽക്കാൻ നിൽക്കുമ്പോൾ പലരും എന്ത് വില ചവിട്ടിത്താക്കും. അത് സ്ഥിരമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ റിയലൈസേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടണം നിർബന്ധമില്ല. നമ്മുടെ ബുക്കിൽ കാണുന്ന അതേ വില കിട്ടണം നിർബന്ധമില്ല. ബുക്കിനേക്കാൾ 90% കേസസിൽ ബുക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നമ്മുടെ സാധനങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ 55,000 ഒരു 9,000 7,000 67,900 നമുക്ക് മൊത്തത്തിൽ എന്ത് കിട്ടി? നമ്മുടെ അസറ്റുകളെല്ലാം വിറ്റ് കിട്ടി. ഓക്കെ, ഒന്നാലോചിച്ച് നമുക്ക് റിയലൈസേഷനിലൂടെ കിട്ടിയ പൈസയാണ്. കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൂടുന്നു. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണുള്ള ക്യാഷ് അക്കൗണ്ട് 67,900. പേടിക്കേണ്ട, ഇതൊരു ഫൈനലായിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതി പോകുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അവസാനം പറയുന്നു, രാജു എന്ത് ചെയ്തു? ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ. ആകെപ്പാടെയുള്ള കടം 12,500 രൂപയാണ്. ഇപ്പം നിങ്ങൾ ക്യാഷിന് വേണ്ടി ഓടണ്ട, ആര് സെറ്റിൽ ചെയ്തോളാം പറഞ്ഞു. രാജു പറഞ്ഞു ഞാൻ കൊടുത്തോളാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അസറ്റുകളെല്ലാം വിറ്റെടുത്തു. ഇനി അടുത്ത പരിപാടിയാണ് ക്രെഡിറ്റുകൾ, നമ്മളെ ലൈബിലിറ്റികൾ ഇല്ലാതാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൊടുത്തു തീർക്കുക എന്നുള്ളത്. ആകെപ്പാടെ ഉണ്ടായിരുന്ന ലൈബിലിറ്റി 12,500 രൂപയുടെ ലൈബിലിറ്റി ആയിരുന്നു. അത് ആര് കൊടുക്കാമെന്ന് പറഞ്ഞു? രാജു കൊടുക്കാമെന്ന് പറഞ്ഞു. രാജു കൊടുത്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും വേണ്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? നമ്മൾ ഇവിടെ ക്യാഷ് എന്നും പറഞ്ഞ് ഈ 12,500 രൂപ കൊടുത്തേനെ. എന്തുകൊണ്ട് കൊടുക്കണം? നമ്മൾ വാങ്ങിച്ച കടമല്ലേ, നമ്മൾ കൊടുക്കേണ്ട, വീട്ടേണ്ട ആവശ്യമുണ്ട്. അസറ്റിൻ്റെ വില കുറഞ്ഞ പോലെ ലൈബിലിറ്റിയുടെ കുറയണം ഒരു നിർബന്ധമില്ല. കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്, ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ല. മനസ്സിലായില്ലേ?
കുറയാം. എങ്ങനെ കുറയാം? നമ്മളിങ്ങനെ അടച്ചു കൂട്ടാൻ പോകുകയാണെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഡിസ്കൗണ്ട് തരാം. അതൊക്കെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലാത്ത പക്ഷം എന്തായിരിക്കും, ലൈബിലിറ്റികളുടെ വാല്യൂ ഏതാണ്ട് അതുപോലെ തന്നെ നിലനിന്നെന്ന് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടെ പ്രൊസീജിയർ ആലോചിച്ച് നോക്കി. നമ്മുടെ അസറ്റുകളെല്ലാം റൈറ്റ് ഓഫ് ചെയ്തു, ലൈബിലിറ്റീനെ റൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് അസറ്റുകൾ വിറ്റ് കിട്ടുന്ന തുക അതാ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ലൈബിലിറ്റികൾ വീട്ടാനുണ്ടായ തുകയും ലൈബിലിറ്റിയുടെ റിയലൈസേഷൻ്റെ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. അങ്ങനെ കൊണ്ട് നിർത്തിയേക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റിയലൈസേഷൻ ചെയ്തതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. കിട്ടുന്ന തുക പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആരൊക്കെ വീതിച്ചെടുക്കണം? നമ്മുടെ രവിയും ലാലും രാജുവും കൂടെ വീതിച്ചെടുക്കും. അതായത് നമ്മുടെ പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി, ഇത്രയും വരെ നമ്മൾ എഴുതി നിർത്തിയേക്കായിരുന്നല്ലോ. നോക്കിയേ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, മെഷീനറി, ലാൻഡ്, പ്ലാന്റ്. നമ്മൾ രാജുവിൻ്റെ പേര് ഇവിടെ എഴുതി. എന്തുകൊണ്ടാണ്? ക്രെഡിറ്റേഴ്സിനെ രാജു മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഈ 2500 രൂപ എക്സ്പെൻസാണ്, റിയലൈസേഷൻ്റെ എക്സ്പെൻസാണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു ഇവിടെ എഴുതി. പിന്നെ അസറ്റ് വിറ്റ് നമുക്ക് 67,900 കിട്ടി. ഇത്രയും വരെ നമുക്ക് കഥ അറിയാം. അപ്പോൾ മൊത്തത്തിൽ 89,000 രൂപ ഡെബിറ്റ് സൈഡിലുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എത്ര ഉണ്ട്? 80,400 രൂപ ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് നോക്കിയാൽ നമുക്കൊന്ന് കാൽക്കുലേറ്റർ നോക്കാം. 89,900 അല്ലേ, 89,000 സോറി, 89,000 മൈനസ് ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ട്? 12,500 67,900. 12,500 മൈനസ് 67,900 8,600 രൂപയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ 8,600 രൂപ? ഒന്ന് നോക്കിയടാ. സാധാരണ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ മതി. ഇവിടെ എവിടെയാണ് ബാലൻസ് വന്നേക്കുന്നത്? ഡെബിറ്റ് സൈഡ്, സോറി ഇത് ക്രെഡിറ്റ് സൈഡാണ് കേട്ടോ, ഇത് എഴുതി തെറ്റാണ്. ക്രെഡിറ്റ് സൈഡാണ്, ക്രെഡിറ്റ് സൈഡിലാണ് വന്നേക്കുന്നത്. അതിനർത്ഥം എന്താ? ഇത് നമ്മുടെ ലോസ് ആണ്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് അല്ലേ ഉണ്ടാവേണ്ടത് പലർക്കും തോന്നും. കാര്യം എന്താണെന്നറിയോ? 12,500 കടമേ ഉള്ളൂ. വിറ്റ് നമുക്ക് എത്ര കിട്ടി? 67,900 കിട്ടിയെന്ന് നമുക്ക് തോന്നും. പക്ഷേ ചിന്തിച്ചേടാ, ബുക്ക് വാല്യൂ എന്തുമാത്രം ഉണ്ടായിരുന്ന സാധനമാണ് അല്ലേ? ഇത് രണ്ടും കൂടെ തന്നെ ഒരു 48,000 ഉണ്ട്. പക്ഷേ ഈ 48,000 സാധനവും ഈ 10,400 മെഷീനറിയും കൂടെ നമ്മൾ എത്രയ്ക്ക് പറ്റേ? വെറും 55,000 രൂപയ്ക്കാണ്. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്കും കുറഞ്ഞ വിലയ്ക്ക് പറ്റിയ, ഡെപ്റ്റേഴ്സിലും കുറഞ്ഞ എമൗണ്ടാണ് നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ റിയലൈസേഷൻ ചെയ്ത് വളരെ കുറവായതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് എന്തുണ്ടാവും? ഈ ക്രെഡിറ്റ് പോയതിന് ശേഷം ലോസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ലോസ് തന്നെ എപ്പോഴും വരണോ നിർബന്ധമൊന്നുമില്ല, പ്രോഫിറ്റും വരാറുണ്ട്. ബട്ട് ഈ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? ലോസാണ് കിട്ടിയത് 8,600 രൂപ. ഈ 8,600 രൂപേനെ അവരെന്ത് ചെയ്യും? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. റേഷ്യോ എന്തായിരുന്നു? 3:2:1. 8,600 3:2:1 വീതിക്കുക എന്ന് പറഞ്ഞാൽ 3:2:1. അപ്പോൾ 3 + 2 + 1 അതായത് 6 നമ്മുടെ ടോട്ടൽ. അപ്പോൾ 3/6, 2/6, 1/6 എന്ന് എടുക്കണം. 8,600 × 3/6 ആൻസർ അതായത് 1/2. ആൻസർ എന്താണോ അതായിരിക്കും ആരുടെ ഷെയർ എന്ന് പറയുന്നത്? ആദ്യത്തെ ആളാരായിരുന്നു? രവിയുടെ ഷെയർ എന്ന് പറയുന്നത്. നോക്കിയടാ, 8,600 ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യാണ്. × 3 / 6 4,300 രവിക്ക് കിട്ടുന്ന ഷെയർ ഓഫ് ലോസ് എന്ന് പറയുന്നത്. അതേപോലെ 3:2:1 എന്നല്ലേ ക്ലിയർ ചെയ്യുന്നു. 8,600 × 2 / 6 2,867. അതാണ് ലാലിൻ്റെ 1 ചെയ്യുമ്പോൾ 1,433 കിട്ടും. ഇങ്ങനെ ഈ 8,600 എന്ന് പറയുന്ന ഇതിൻ്റെ രണ്ട് ഡിഫറൻസ് 8,600 എവിടെയും കാണിക്കത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? അതൊരൊറ്റ തുകയല്ല, അതിനെ നമ്മൾ 3 പേർക്കും വീതിച്ച് കൊടുക്കുകയാണ് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോയിൽ. ഇത്രയും ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് തീരുന്നു? റിയലൈസേഷൻ അക്കൗണ്ട് തീരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസൊല്യൂഷനിൽ ഈ 3 കാര്യങ്ങൾ കാണിക്കണം. ഒന്നായിരുന്നു റിയലൈസേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്.
ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഇവരുടെ അക്കൗണ്ടിൽ, ഇവരുടെ ഓരോരുത്തരുടെയും ഓരോ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. നോക്കിയാൽ ഒരൊറ്റ അക്കൗണ്ടിൻ്റെ അകത്ത് 3 എമൗണ്ട് പോകണം. കാര്യം 3 പാർട്ട്നേഴ്സ് ഉണ്ട്. കാര്യം പെർട്ടിക്കുലേഴ്സ് എല്ലാവർക്കും ഏതാണ്ട് സെയിം ആയിരിക്കും. നമ്മളിനി എന്ത് ചെയ്താൽ മതി, ഓരോരുത്തർക്കും റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാത്രം എഴുതി പോയാൽ മതി. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും തുടങ്ങുന്നത്, ഉറപ്പായിട്ടും ഒരു ഓൾറെഡി ക്യാപിറ്റൽ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കാണിച്ചുകൊണ്ട് അല്ലേ, സോറി ഓപ്പണിംഗ് അല്ലേ, ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. ഈ കിടക്കുന്ന എമൗണ്ടുകളെ ഇവരുടെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കാം. എന്ത് ചെയ്യണം, നമ്മളിവരുടെ ക്രെഡിറ്റ് സൈഡിൽ, ഇത് ക്രെഡിറ്റ് സൈഡാണ്. വൺസ് അഗെയിൻ സോറി, ഇവിടെ CR നടക്കുന്നു എനിക്കറിയില്ല, DR എടുക്കും CRന് പകരം. ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു, 12,500, 20,000, 25,000 എന്നുള്ള ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. പ്രോപ്പറായിട്ട് തന്നെ പിന്നീട് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഇനി എന്ത് വരാം, പെട്ടെന്ന് ഓടിച്ച് നോക്കുമ്പോൾ വേറൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ണിൽ വരത്തില്ല. ബാലൻസ് ഷീറ്റ് ഒന്ന് ശരിക്കും നോക്കുക. നമ്മൾ എടുക്കാതെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, എന്താണ്, ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ ഇപ്പോൾ എടുത്തു. ഇനിയുള്ള എന്താ, ക്യാപിറ്റൽ റിസർവ്. ഇത് ആർക്കുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഓണേഴ്സിനുള്ളതാണ്. ഈ എമൗണ്ടിന് നമ്മൾ ഓണേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയറിങ്. ഇനി നമുക്കിത് വെച്ചിട്ടിരിക്കുന്ന കാര്യമില്ല, കാര്യം നമ്മൾ ഇത്രയും കാലം പ്രോഫിറ്റിൽ നിന്ന് എടുത്ത തുക വച്ചിരുന്നു. ഇനി വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ആർക്ക് തന്നെ വീതിച്ചു കൊടുക്കുകയാണ്, ഓണേഴ്സിന് തന്നെ വീതിച്ചു കൊടുക്കുകയാണ്. 24,000 അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇവരുടെ ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി, എന്നിട്ട് വാട്ട് എവർ മേ ബി നമ്മൾ എഴുതി. ഈ ക്യാപിറ്റൽ റിസർവിനെ നമ്മൾ എന്ത്, 24,000 3:2:1 നമ്മൾ നേരത്തെ കണ്ട പോലെ 3:2:1 വീതിച്ചു കൊടുക്കും. അതെങ്ങനെയാണ്, 3 + 2 + 1 6. 24,000 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 കിട്ടത്തില്ല. 6 × 4 അല്ലേ 24. അപ്പോൾ 4 × 3 12,000 ഇയാൾക്ക് രവിക്ക് കിട്ടും. 4 × 2 8,000 ഇയാൾക്ക് കിട്ടും. 4 × 1 4,000 24,000 ആയില്ലേ. 12 8 20 20 + 4 24. അങ്ങനെ ഈ ക്യാപിറ്റൽ റിസർവിനെ നമ്മൾ വിധിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ക്യാപിറ്റൽ റിസർവിനെ ഇവിടെ എഴുതി. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടാണ് അല്ലേ. ക്രെഡിറ്റ് സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നൊരു സാധനമാണല്ലോ, ബേസിക് ഐഡിയ പറയുന്നത്, അല്ലാതെ കോൺസെപ്റ്റിലേക്കൊന്നും പോകുന്നില്ല. ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നൊരു സാധനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ ഓണേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, അവർക്ക് ഫേവറബിൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതും. അങ്ങനെയാണ് അതാണ് നടന്നു പോകുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അതാണ് നടന്നു പോകുന്നത്, ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. അപ്പോൾ ക്യാപിറ്റൽ കിട്ടാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി എന്താ ചെയ്യാനുള്ളത് നോക്കാം. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോവാം. അവിടെ എവിടെയൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടുകളെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കി, നമ്മുടെ രാജുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജു എന്ത് ചെയ്തു, 12,500 രൂപയുടെ കടം നമുക്ക് വേണ്ടി വീട്ടി. റിയലൈസേഷൻ അക്കൗണ്ടിൽ രാജുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, രാജു എന്ന് വെറുതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, രാജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നിങ്ങൾ ഇതും അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക കേട്ടോ, രാജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ എഴുതി ശീലിക്കുക. അപ്പോൾ രാജുവിൻ്റെ അക്കൗണ്ടിൽ 12,500 രൂപ റിയലൈസേഷനിൽ കാണിക്കും. അതിനർത്ഥം എന്താ, റിയലൈസ് ചെയ്യുന്ന സമയത്ത് 12,500 രൂപയുടെ കടം ആര് വീട്ടി, രാജു വീട്ടി. എന്തിനാ പുള്ളി അപ്പോൾ കടം വീട്ടിയത്, പിന്നീട് നമ്മുടെ ഇവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇതാര് തിരിച്ച് ക്ലെയിം ചെയ്യും, നമ്മുടെ രാജു തിരിച്ച് ക്ലെയിം ചെയ്യും. അത് നമുക്ക് എവിടെ കാണിക്കണം, അയാൾ അക്കൗണ്ടിൽ കാണിക്കണം. അത്രയ്ക്കും ഡെപ്തിലേക്ക് കയറി ചിന്തിച്ചില്ലെങ്കിൽ ഒന്ന് ആലോചിക്കിയത്. ഇവിടെ ജേണൽ എൻട്രി എന്താ, റിയലൈസേഷൻ അക്കൗണ്ട് ടു രാജൂസ് അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ആരുടെ അക്കൗണ്ട്, രാജുവിൻ്റെ അക്കൗണ്ട്. ഇനി നമ്മളിത് എവിടെ കാണിക്കണം, രാജുവിൻ്റെ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം, രാജൂസ് അക്കൗണ്ടിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇവിടെ വരുന്നു, രാജൂസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഈ 12,500 രൂപ രാജുവിന് ഫേവറബിളായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതല്ലേ, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ വന്നു. എന്തെന്ന് എഴുതും, റിയലൈസേഷൻ എന്ന് എഴുതും. ഇനി നോക്കിയിടാ, ബാക്കിയുള്ള എല്ലാവർക്കും ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷനിൽ കാണിക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നത്, നമുക്കുണ്ടായ ലോസ് ഷെയർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇത് അവരവരുടെ അക്കൗണ്ടിലേക്ക് നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യണം. നമുക്കിനി ഫൈനൽ ആൻസർ എങ്ങനെ കാണുമെന്നൊന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും പറയുന്നു, ബാലൻസുകൾ എടുത്ത് എഴുതി, അവരുടെ ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതി. 24,000 ക്യാപിറ്റൽ റിസർവ് ഉണ്ടായിരുന്നു, അതിനെ 3 പേർക്ക് വീതിച്ചു കൊടുത്തു. 12,500 രൂപയുടെ ക്രെഡിറ്റേഴ്സിനെ ആര് വീട്ടി, നമ്മുടെ രാജു വീട്ടി. രാജുവിൻ്റെ അക്കൗണ്ടിലേക്ക് അത് കാണിച്ചു. ഇനി റിയലൈസേഷനിൽ ഉണ്ടായ ലോസിനെ അവരുടെ ഡെബിറ്റ് സൈഡിൽ എഴുതി. എന്തുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയേ,
ലോസ് എന്ന് പറയുന്നത് എന്തെല്ലാം ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് അപ്പിയർ ചെയ്തു? റിയലൈസേഷൻ ലോസ് അപ്പിയർ ചെയ്തു. അത് നിങ്ങൾ വെറുതെ ജേർണൽ എൻട്രി മനസ്സിൽ ചിന്തിച്ച് പോയാൽ ഇങ്ങനെ തന്നെ വരും. ഇനി ഇവർക്ക് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ വന്നേനെ ക്രെഡിറ്റ് സൈഡിൽ വന്നേനെ, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുമായിരുന്നു. ഓക്കെ, ഇനിയും നോക്കാം. നമ്മൾ എഴുതാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. രവിക്ക് ഡെബിറ്റ് സൈഡിൽ എത്ര ഉണ്ട്? അതാ 4300 മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കിയപ്പോൾ 24,500 രൂപയുണ്ട്. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇനി എത്ര എമൗണ്ട് വരണം? ഇവർക്ക് ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കുറവ്. ഡെബിറ്റ് സൈഡിൽ ബാക്കി വരേണ്ട തുകേനെ നമ്മൾ എന്തായിട്ട് എഴുതി? ക്യാഷ് അക്കൗണ്ടിലേക്ക് എഴുതി. ഇനി നോക്കുക, സാധാരണ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതിയേനെ. ഇനി ബാലൻസ് ക്യാരി ഡൗൺ എഴുതേണ്ട ആവശ്യമില്ല. ബിസിനസ് അടച്ചു പൂട്ടുകയല്ലേ, ഇനി തുടർച്ചയില്ല. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് അടുത്ത വർഷം ബ്രോഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിലേക്ക് പോകും. അതിനർത്ഥം എന്താ? ബിസിനസ് അടച്ചു പൂട്ടാണ്. ഓരോരുത്തർക്ക് കിട്ടാനുള്ള നമ്മൾ അവരവരുടെ ക്യാഷായിട്ട് കൊടുത്ത് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഇതെല്ലാം നമ്മൾ കാണിക്കണം. പിന്നെ നോക്കി, ലാലിൻ്റെ അക്കൗണ്ടിൽ 28,000 രൂപയുണ്ട്. പക്ഷേ 2,860 രൂപയുടെ ലോസേ പുള്ളിക്കുള്ളൂ. അപ്പോൾ 28,000 പുള്ളിക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിലയാൾ എത്ര നഷ്ടം സഹിക്കണം? 2,867. ബാക്കി അയാൾക്ക് എന്തായിട്ട് കിട്ടും? ക്യാഷായിട്ട് കയ്യിൽ ബിസിനസ് കൊടുക്കും. അതേപോലെ 29,000 ആരുടെ ഉള്ളായിരുന്നു? നമ്മുടെ രാജുവിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 12,500 പുള്ളി എന്ത് ചെയ്തു? പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കടം വീട്ടി. അപ്പോൾ അതും കൂടെ അയാൾ ക്ലെയിം ചെയ്യണം. മൊത്തത്തിൽ അയാൾക്ക് 41,500 രൂപയുടെ ക്ലെയിം ഉണ്ട്. എത്ര അയാൾക്ക് പിന്നെ റിയലൈസേഷൻ ലോസ് ആയിട്ട് നഷ്ടപ്പെടുന്നുള്ളൂ? 1,433 രൂപ. ബാക്കി 40,067 രൂപ ആര് തരണം? നമ്മുടെ ബിസിനസ് ആർക്ക് കൊടുക്കണം? രാജുവിന് കൊടുക്കണം. രാജുവിനല്ലോ ആൾ. അപ്പോൾ അതാണ് ഐഡിയ. നമ്മൾ പൊതുവേ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് പോയാൽ മതി. എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? എല്ലാത്തിൻ്റെയും ഡെബിറ്റ് സൈഡ് നോക്കുക, ക്രെഡിറ്റ് സൈഡ് നോക്കുക. ഏതാണോ ഹയസ്റ്റ് ടോട്ടൽ, ഏത് സൈഡാണ് നോക്കാതെ 2 സൈഡിൻ്റെയും ടോട്ടൽ എമൗണ്ടിൻ്റെ അവിടെ എഴുതുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ 4,000 ക്യാഷ് നമ്മൾ പിന്നെ എഴുതിയാണ്, നിങ്ങളത് ഉണ്ടെന്ന് വിചാരിക്കേണ്ട. 4,300 ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിലുള്ളൂ. ക്രെഡിറ്റിൽ 24,500 ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് 24,500, 2 സൈഡും 24,500 എന്ന് എഴുതി. ക്രെഡിറ്റ് സൈഡിൽ ഓൾറെഡി 24,500 ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ 4,300 ഉള്ളൂ. അത് വരുത്താൻ എന്ത് ചെയ്യണം? എന്ത് തുക കൂടുതൽ വരണം? 20,200. അതിന് എന്തെന്ന് എഴുതി? ക്യാഷ് എന്ന് എഴുതി. പൊതുവേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്തുകൊണ്ട് ക്യാഷ് എന്ന് എഴുതി? ബിസിനസ് നിർത്തുകയാണ്, അടച്ചു പൂട്ടി പോവുകയാണ്. ഓക്കെ, അങ്ങനെ 3 പേർക്കും കൊടുക്കാനുള്ള അല്ലെങ്കിൽ 3 പേരുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ള ക്യാഷ് എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഡിസൊല്യൂഷൻ്റെ ക്യാഷ് അക്കൗണ്ടിൻ്റെ പരിപാടി തീർത്തു. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒരു കേസിൽ ക്യാഷ് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ചില റെയർ കേസസിൽ എന്നും വരാം, ബിസിനസ്സിലേക്ക് ഇവന്മാർ ക്യാഷ് കൊണ്ടുവരേണ്ട അവസ്ഥ വരാം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ പോലെ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ മേജറായിട്ട് ചെയ്യേണ്ടത്. എന്തിനാണ്? ഒരു ബിസിനസ്, ഒരു പാർട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുമ്പോൾ 3 കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. 1, റിയലൈസേഷൻ അക്കൗണ്ട് വരച്ച് അസറ്റുകൾ വിറ്റു, ലയബിലിറ്റികൾ വീട്ടി, ബാക്കിയുള്ള പ്രോഫിറ്റോ ലോസോ ആയിക്കോട്ടെ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുത്തു. 2, ഈ പരിപാടി ഓരോരുത്തരുടെയും ഓരോ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ ബാധിക്കുന്നു? ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ ഇവർ എന്ത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ക്യാഷ് കിട്ടുന്നു, അത് നമ്മളിവിടെ റിഫ്ലക്റ്റ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഫൈനലി നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്? ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പോവാണ്. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് എന്താവൂടാ? ടാലി ആകും. അതാണ് ഈ റിയലൈസേഷൻ്റെ ഒരു പ്രത്യേകത. അവിടെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ചെയ്തത് ശരിയാണോ. ഏറ്റവും ആദ്യം ഓർക്കുക, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 20,000 ഉണ്ട്. ഓക്കെ, പിന്നെ എവിടെയൊക്കെ ക്യാഷ് വന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു. ക്രെഡിറ്റേഴ്സും ക്യാഷായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. ആര് ഏറ്റില്ലെങ്കിൽ? രാജു ഏറ്റില്ലെങ്കിൽ ഇത് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ രാജു ഏറ്റുണ്ട്, അത് ക്യാഷിൽ കാണിക്കേണ്ട ആവശ്യമില്ല. വേറെ എവിടെ ഉണ്ട്? അസറ്റ് വിറ്റപ്പോൾ നമുക്ക് ക്യാഷാണ് കിട്ടിയത്. അപ്പോൾ 2 സ്ഥലത്ത് ഇവിടെ ക്യാഷ് ഉണ്ട്. ഓപ്പണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇവർക്ക് ക്യാഷ് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, അധികം പരിപാടിയൊന്നുമില്ല ക്യാഷ് അക്കൗണ്ടിൽ. ഇതൊക്കെ ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും നോക്കാം. ഓർക്കുക, ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മളിവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. വെറുതെ കാണാതെ പഠിക്കുക, അതിങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവാം.
നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എന്തൊക്കെ ക്യാഷ് കിട്ടി? ഓപ്പണിംഗ് ക്യാഷ് ഉണ്ടായിരുന്നു, അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് ഉണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് എന്തൊക്കെ ചിലവുണ്ടായി ക്യാഷിന്? 2500 രൂപ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് നമ്മളിതാ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ ഇൻകം എക്സ്പെൻസും കാണിക്കും പോലെയാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ക്യാഷിന് എന്തൊക്കെ സംഭവിച്ചു ഡെബിറ്റ് സൈഡിൽ എഴുതി, നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ ക്യാഷ് പോയി അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇത് രണ്ടും എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷ് അക്കൗണ്ട് ബിക്കം ഓട്ടോമാറ്റിക്കലി ടാലിഡ് 87,900 രണ്ട് വർഷങ്ങളിലും വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ശരിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ആ പ്രൊസീജിയർ ഞാൻ 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നോക്കുക. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. ഏറ്റവും മിനിമം റിയലൈസേഷൻ. ഇതിൻ്റെ മേലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം, ബട്ട് ഒരു മിനിമം ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന സമയത്തുള്ള ഒരു സാഹചര്യവും നിങ്ങളുടെ അപ്പോഴത്തുള്ള ഒരു ചിന്താഗതിയൊക്കെ പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും എപ്പോഴും പറയാത്തത്. ഈ ബേസിക്കായിട്ട് അറിയാമെന്ന് ഉറപ്പാക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ബേസിക്സിൽ ഇവിടെ മനസ്സിലാവാത്തുണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, താങ്ക് യു.